കാണിച്ച വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇപ്പോൾ വൈറലായി പൊയ്ക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ്. വൈറലായി പോകാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. മിക്കവാറും ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വൈറലാവും, അതിനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് സദാചാരം പറയാൻ വേണ്ടിയിട്ട് തോന്നി. ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ ചില ആൾക്കാർക്കെങ്കിലും ഞാൻ സദാചാരമാണ് പറയുന്നതെന്ന് തോന്നിപ്പോകും. അത് സ്വാഭാവികം. പക്ഷെ ഞാൻ പറയാൻ പോകുന്നത് സദാചാരമൊന്നും അല്ല കേട്ടോ. ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും പറയേണ്ട കാര്യങ്ങളാണ്. ഇത് തെറ്റാണ്. ഈ ചെയ്തേക്കുന്നത് എന്ത് ന്യായീകരണമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറ്റാണ്. പ്രേമമാണ്, സ്നേഹമാണ്, ഇഷ്ടമാണ്, എന്തൊക്കെ പേര് വെച്ച് ഇതിനെ വിളിച്ചാലും ഈ ചെയ്തത് തെറ്റാണ്. ആ പെങ്കൊച്ചിന് എനിക്കൊന്നു +1 10 എങ്ങാണ്ട് പഠിക്കുന്ന പെങ്കൊച്ചാണ്, പ്രായപൂർത്തിയാകാത്തതാണ്. ആ ചെറുക്കൻ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി പ്രായമുള്ള ചെറുക്കനാണെന്ന് തോന്നുന്നു. പക്ഷേ ഈ പ്രായത്തിൽ നടു റോഡിൽ പബ്ലിക്കിന്റെ മുമ്പിൽ വെച്ച് ബസ് സ്റ്റാൻഡിൽ വെച്ച് ഇങ്ങനെയൊക്കെ കാണിക്കാൻ എന്തുമാത്രം ധൈര്യം വേണം. ആ ധൈര്യം ഇപ്പോഴത്തെ പെൺപിള്ളേർക്കുണ്ടായി അല്ലെങ്കിൽ ചെറുക്കന്മാർക്കുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന് പുരോഗമനമുണ്ട്. ഇനി ആ കുട്ടി പ്രായപൂർത്തിയായതാണെങ്കിൽ തന്നെ പ്രായപൂർത്തിയായിട്ടുള്ളവർക്ക് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ എന്ത് വേണമെങ്കിലും കാണിക്കാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെയൊന്നും കാണിക്കാൻ പറ്റത്തില്ല. അത് പൊതുസ്ഥലമാണ് എന്നെങ്കിലുമുള്ള ഒരു മര്യാദ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത ഇവർ കാണിച്ചുകൂടെ? അതൊന്നുമില്ല. മാതാപിതാക്കള് രാവിലെ പറഞ്ഞു വിടുവാണ് സ്കൂളിൽ. മാതാപിതാക്കളൊക്കെ പേടിക്കണം കേട്ടോ. പിള്ളേരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന മാതാപിതാക്കള് മുമ്പത്തെ മാതാപിതാക്കളെക്കാട്ടിലും ഇപ്പോഴുള്ള മാതാപിതാക്കള് കുറച്ചും കൂടിയൊക്കെ ഭയപ്പെടണം. ചിലരൊക്കെ ന്യായീകരിക്കാൻ വരും. ന്യായീകരിക്കാൻ വരുന്നവരോട് എൻ്റെ ചോദ്യം, നിങ്ങളുടെ വീട്ടിലുള്ള കുട്ടികളാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ന്യായീകരിക്കുമോ? ന്യായീകരിക്കില്ല. അന്നേരമേ ആ ഒരു വിഷമം നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇനി ചില ആൾക്കാർ പറയും എനിക്ക് അസൂയയാണ്. ഇതുകൊണ്ടിട്ട് എനിക്ക് എന്ത് അസൂയ തോന്നാനാണ്? ഏതായാലും നമുക്ക് ആ വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കാം. എൻ്റെ പരപ്പനങ്ങാടിയിലെ സഹോദരന്മാരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലെ പ്രതിനിധികളെ, വിവിധ സന്നദ്ധ സംഘടനകളെ എല്ലാവരോടും കൂടിയിട്ടാണ് ഈ ഒരു അപേക്ഷയാണ്. ഇത് ഈ കാണുന്നത് നമ്മുടെ പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. ഇന്ന് നമ്മളിതിനെതിരെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ നാളെ ഒരുപക്ഷെ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളാകാം, നമ്മുടെ കുടുംബക്കാരാകാം, ആരുമാവാം ഈ കെണിയിൽ ചെന്ന് ചാടുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഞാൻ മേൽപ്പറഞ്ഞ എല്ലാവരും ഇതിനെതിരെ രംഗത്തിറങ്ങണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇതെല്ലാ കുടുംബ ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക. എല്ലാവരും അവനവൻ്റെ മക്കളെ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കുക. അവനവൻ്റെ മക്കളെ അവനവൻ കെയർ ചെയ്യുക. അല്ലാതെ ഈ ഒരു എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്താണെന്നറിയാമോ? ആ വീഡിയോയുടെ ആ ഒരു ക്യാപ്ഷൻ ഇട്ടിട്ടുണ്ടല്ലോ, അതാ മലപ്പുറം പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനികൾക്ക് കൃത്രിമ ശ്വാസം നൽകി ജീവൻ രക്ഷിക്കുന്ന യുവാക്കൾ. മുട്ടിയിരിക്കുവാണെന്ന് തോന്നുന്നു. ശ്വാസം മുട്ടൽ അങ്ങ് കൂടുതലാണെന്ന് തോന്നുന്നു. മഴയൊക്കെ അല്ലേ, നല്ല മഴയും തണുപ്പും ഒക്കെ വരുമ്പോൾ ഈ മുട്ടല് ചിലർക്ക് കൂടുതലാണ്. അപ്പം ആ മുട്ടൽ തീർക്കുക, അല്ലാതെ എന്തു ഇതിനെയൊക്കെ പറയണ്ടേ? വീട്ടുകാർ അവിടെ ഇരിക്കുക, മകൾ എപ്പോൾ തിരിച്ചു വരും, മകൾ എപ്പോൾ വീട്ടിൽ വരുമെന്ന് നോക്കിക്കൊണ്ട് വീട്ടുകാരിരിക്കുക. ആ വീട്ടുകാരറിയുന്നില്ലല്ലോ മകൾ ബസ് സ്റ്റാൻഡിൽ കിടന്ന് ഇങ്ങനെ കേളികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എന്തൊരു തോന്നിവാസമാണ് കാണിക്കുന്നത്. ഇവളുമാരുടെയും അല്ലെങ്കിൽ ഇവന്മാരുടെയും ഒക്കെ വിചാരം ഇതൊക്കെ എന്തോ വലിയ സ്വർഗ ലോകത്താണെന്നുള്ള ഭാവത്തിലാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ ആ ഒരു ഇമ്പൾസിൽ ഇങ്ങനെ പല തോന്നിവാസവും കാണിക്കും. എന്നിട്ട് ഭാവിയിൽ ഇതിനെക്കുറിച്ചൊക്കെ ആലോചിച്ച് വിഷമിക്കേണ്ടി വരും. ചില ആൾക്കാർ പറയും ഇതൊക്കെയല്ലേ ഒരു സന്തോഷം, ഇതൊക്കെയല്ലേ എൻജോയ്മെന്റ്, ലൈഫല്ലേ, ലൈഫ് എന്ന് പറയുന്നത് എൻജോയ് ചെയ്ത് ജീവിക്കണം. ആ ഒരു പ്രിൻസിപ്പിളിനോട് ഞാൻ യോജിക്കുന്നു. ലൈഫാണ്, ഒറ്റ ലൈഫേ ഉള്ളൂ. യു ലീവ്ഡ് വൺസ് എന്നൊക്കെ പറയത്തില്ലേ, നിങ്ങൾ ഒരിക്കൽ മാത്രമാണ് ജീവിക്കുന്നത്. ആ ജീവിക്കുന്ന ജീവിതം സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കണം. സംഭവമൊക്കെ സത്യമാണ്. പക്ഷെ അതെന്ന് പറയുന്നത് ഇതല്ല. ഈ എൻജോയ്മെന്റിനെ കുറിച്ചിട്ടല്ല അതിനകത്ത് പറയുന്നത്. നമ്മൾ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ട് ജീവിക്കണം എന്ന് വെച്ചിട്ട് പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്നിട്ട് ഈ പ്രായപൂർത്തി പോലും ആകാത്ത സമയത്ത് ഇങ്ങനെ വന്നിരുന്ന് ഉമ്മ വെച്ച് കളിക്കുക എന്നുള്ളതല്ല എൻജോയ്മെന്റ്. അതിനെയാണ് നിങ്ങൾ എൻജോയ്മെന്റ് ആയിട്ട് കരുതിയിരിക്കുന്നുണ്ടെങ്കിൽ വെരി സോറി, നിങ്ങളുടെ ലൈഫ് വൈകാതെ തന്നെ കോഞ്ഞാട്ടയാവും. ഇതൊക്കെ എന്ത് എൻജോയ്മെന്റ്? അഹങ്കാരം തന്നെയാണ്. മാതാപിതാക്കളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പറയും മാതാപിതാക്കളുടെ കടമയാണ് മാതാപിതാക്കൾ ചെയ്യുന്നതെന്ന്. എന്ത് കടമ?
അവർ കഷ്ടപ്പെട്ടിട്ട് ജോലി ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് അവരോട് തിരിച്ച് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തിരിച്ച് അവർക്കൊരു റെസ്പെക്റ്റ് കൊടുക്കുക. ആ റെസ്പെക്റ്റിൽ പെടുന്നതാണ് ഈ കാര്യങ്ങളൊക്കെ. അറ്റ്ലീസ്റ്റ് പൊതുവഴിയിൽ ചെന്നിരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിച്ച് ആ മാതാപിതാക്കളെ നാണം കെടുത്താതിരിക്കാം. ആ മാതാപിതാക്കളെ അറിയുന്നവരാരെങ്കിലും ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അവർ നോക്കുമ്പോൾ ദേ അവരുടെ മകള് അല്ലെങ്കിൽ മകൻ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് എന്തുമാത്രം നാണക്കേടായിരിക്കും ഉണ്ടാക്കാൻ പോകുന്നത്. ക്ലാസ് റൂമിലൊക്കെ ഇതിന്റെ ബാക്കിയാണ്. അത് പിന്നെ ക്ലാസ് റൂമിനകത്ത് വെച്ചിട്ടാണല്ലോ കാണിക്കുന്നതെന്നെങ്കിലും പറയാം. പ്രായപൂർത്തിയായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള എന്തും കാണിക്കാം. അവർക്ക് ഇഷ്ടമുള്ള ആളെ സ്നേഹിക്കാം, പ്രണയിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ പോലും, ഇന്ത്യൻ നിയമപ്രകാരം അഡൽട്ട് എന്ന് പ്രഖ്യാപിച്ചവരാണെന്നുണ്ടെങ്കിൽ പോലും, 18 വയസ്സ് കഴിഞ്ഞവരാണെങ്കിൽ പോലും പബ്ലിക്കിന്റെ മുമ്പിൽ വന്നിരുന്ന് ഇമ്മാതിരി പരിപാടി കാണിക്കാൻ ഒരാൾക്കും അവകാശമില്ല. ആ വീഡിയോ എടുത്ത ആള് ജസ്റ്റ് വീഡിയോ മാത്രം എടുത്തത് നന്നായി. അങ്ങോട്ടെങ്ങാനും ചെന്ന് ചോദിക്കാൻ ചെന്നിരുന്നുണ്ടെങ്കിൽ അയാളെ പഞ്ഞിക്കിട്ടേനെ. പക്ഷെ ചില സാഹചര്യങ്ങളിൽ സദാചാരക്കാർ ഇടപെടുന്നത് നന്നായിരിക്കും. അത്തരം സാഹചര്യങ്ങളിൽ സദാചാരക്കാർ ഇടപെടണം. അത് സദാചാരമല്ല. അടുത്തിരുന്ന് സംസാരിച്ചെന്ന് പറഞ്ഞിട്ടോ കൈ പിടിച്ചെന്ന് പറഞ്ഞിട്ടോ ഇങ്ങനെ ചേർന്നിരുന്നെന്ന് പറഞ്ഞിട്ടോ അതൊന്നും ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ ഇങ്ങനെ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഉമ്മ വെക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യേ എന്തൊരു നാണക്കേടാ ഇത്. അടുത്തിരുന്ന് സംസാരിക്കുന്നവരെയൊക്കെ പോയി സദാചാരം പ്രസംഗിച്ച് വഴക്കുണ്ടാക്കാൻ വേണ്ടി ആൾക്കാർ ചെല്ലാറുണ്ട്. ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ വേണം സദാചാരം പ്രസംഗിച്ച് ചെല്ലാൻ വേണ്ടിയിട്ട്. നമുക്കറിയാം ഫ്രണ്ട്സ് തമ്മിലിരുന്ന് സംസാരിക്കുന്നതും ഇങ്ങനെ കുറെ എണ്ണങ്ങളിരുന്ന് സംസാരിക്കുന്നതും നമുക്കറിയാം. ആ അടുത്തിരിക്കുന്ന ചെറുക്കൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു സന്ദർഭം നന്നായിട്ട് മുതലെടുക്കുന്നുണ്ട്. അവൻ എനിക്ക് തോന്നുന്നു പ്രായപൂർത്തിയായിട്ടുള്ള ചെറുക്കനാണ്. ഇങ്ങനെ വിദ്യാർത്ഥിനികളെ വലയിൽ വീഴ്ത്താൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. ഒത്തിരി ആണുങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊന്നും ഈ പെൺപിള്ളേർക്ക് മനസ്സിലാവത്തില്ല. 10ഉം 15ഉം പ്രായത്തിലുള്ള ആ ഒരു ഇമ്പൾസിൽ എടുത്തങ്ങ് ചാടുവാണ്. ചേട്ടൻ എന്നോട് സ്നേഹമല്ലേ, സ്നേഹമായതുകൊണ്ട് ചേട്ടൻ എനിക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. എന്നിട്ട് ചേട്ടൻ എല്ലാം അങ്ങ് കൊടുക്കും. അവസാനം കൊടുത്ത് സ്വന്തം കയ്യിലൊന്നും കാണത്തില്ല. പിന്നെ അമ്മത്തൊട്ടിൽ തേടി നടക്കേണ്ടി വരും. അമ്മത്തൊട്ടിൽ തേടി അന്നേരം സഫർ ചെയ്യാൻ പോകുന്നത് വീട്ടുകാരാണല്ലോ. ഈ പെൺകൊച്ചിന് എന്ത് സഫറിങ്? വീട്ടുകാർ ശ്രദ്ധിച്ചില്ല, വീട്ടുകാർ നോക്കിയില്ല, അമ്മ നോക്കിയില്ല, അച്ഛൻ നോക്കിയില്ലെന്ന് പറയും. അങ്ങനല്ലേ വരത്തുള്ളൂ. വീട്ടുകാരെ മണ്ടയ്ക്കല്ലേ പഴി ചെല്ലത്തുള്ളൂ. പോലീസുകാർ പിടിച്ചോണ്ട് പോവാണെന്നുണ്ടെങ്കിൽ വീട്ടുകാരെ പിടിച്ചോണ്ട് പോകത്തുള്ളൂ. വീട്ടുകാരെ ശ്രദ്ധിച്ചില്ല. പ്രായപൂർത്തിയാകാത്ത പെങ്കൊച്ചാണല്ലോ. ഇതുപോലൊന്നും കാണിക്കാതിരിക്കുക. അറ്റ്ലീസ്റ്റ് പരിസര ബോധം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മൾ പബ്ലിക്കിന്റെ മുമ്പിൽ എങ്ങനെ പെരുമാറണം, പബ്ലിക്കായിട്ട് നടക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് റൂൾസായിട്ടൊന്നും എഴുതി വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും അത് നമ്മൾ പാലിക്കേണ്ട ഒരു സാമാന്യ മര്യാദയാണ്. അങ്ങനെ തന്നെ പറയാം, സാമാന്യ മര്യാദ. ആ മര്യാദയെങ്കിലും കാണിക്കുക. സ്കൂളിലല്ലേ പഠിക്കുന്നത്. പഠിച്ച് കുറച്ചും കൂടി ഒന്ന് മുതിരുമ്പോൾ ഇതിനൊക്കെ ഇറങ്ങി നടന്നാൽ പോരെ? അന്നേരം ഇതിനൊക്കെ ഇറങ്ങി മുതിർന്നാൽ പോരെ? എന്തിനാ ഇപ്പോഴേ ഇങ്ങനെ അങ്ങ് മുതിരുന്നത്? മുതിരുന്നേ മുമ്പ് അങ്ങ് മുതിരുവാണ് ഇപ്പോഴത്തെ ആൾക്കാർ. ചോദിക്കാൻ പറഞ്ഞാൽ മുതിർന്ന കുട്ടിയാണെന്ന് പറയും. എനിക്ക് 18 ആയെന്ന് പറയും. പക്ഷെ 15 ആയതേ കാണത്തുള്ളൂ. 15 വയസ്സാകുന്നതിന് മുമ്പ് 18 വയസ്സുകാരികളാകുന്ന പ്രായമാണ്.